ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കണ്ടറിയാം നമ്മുടെ റിമോട്ടിൻ്റെ അവസ്ഥയാണ്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിലെ റിമോട്ടിൻ്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ ആയിരിക്കും. നമ്മൾ കരിയൊക്കെ വരുമ്പോൾ കൂടുതൽ പേരും നമ്മുടെ വീട്ടിലേക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ കരി വരുമ്പോൾ നമ്മൾ തന്നെ ഇതുപോലെ റിമോട്ടിനെയൊക്കെ വലിച്ചു വാരി എറിഞ്ഞ് ഭയങ്കര അടിപിടിയൊക്കെ പൊട്ടിയാറുണ്ട്. നമ്മുടെ അങ്ങനെ ഇതുപോലെ പൊട്ടിയപ്പോൾ ഓരോ കഷ്ണമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കഷ്ണമായ നമ്മുടെ റിമോട്ടിനെ നമുക്ക് വീണ്ടും പുതുതായിട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ സൗണ്ട് ഇടയ്ക്ക് തനിയെ സൗണ്ട് കൂടുക, ഇതിന് പ്രശ്നം, ഇതിൻ്റെ ബോർഡിന് ചെറിയ പ്രശ്നം. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന നമ്മുടെ റിമോട്ടിനെയാണ് ഞാൻ ഇന്ന് ശരിയാക്കി എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇതുപോലത്തെ ഒരു പൗഡർ എടുക്കുക. നിങ്ങൾക്ക് ഏതായാലും മതി, ക്യൂട്ടിക്യൂറയോ യാഡ്ലിയോ ഇഷ്ടമുള്ള പൗഡർ എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ റബ്ബർ കട്ടയാണ്. ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടറിയാം നമ്മുടെ റിമോട്ടിൻ്റെ അവസ്ഥ. ഈ ഒരു റിമോട്ടിനെയാണ് ഞാനിനി വീണ്ടും പുതുജീവൻ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിമോട്ടർ ഇത് ഏകദേശം ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഇതിനെ അടിപൊളിയായിട്ട് കൊണ്ടുപോകുന്നു, എന്നെ സമ്മതിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ റബ്ബർ എടുക്കുക, എന്നിട്ട് നമ്മുടെ ഈ സർക്യൂട്ട് ബോർഡ് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് റബ്ബ് ചെയ്യുക. റബ്ബർ വെച്ചിട്ട് എന്തായാലും നിങ്ങൾ പുതിയത് വാങ്ങാൻ പോകുകയല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് റബ്ബ് ചെയ്യുക. ഇതിൻ്റെ ഇതൊന്നും നശിച്ചു പോകല്ലേ, ഇവിടെ ഈ ഭാഗം ഒന്ന് സൂക്ഷിക്കണം ഇവിടെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ. ഓക്കെ, ഇത്രയും നല്ല രീതിയിൽ റബ്ബ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ റബ്ബ് ചെയ്യും, ഒടിഞ്ഞു പോവല് സൂക്ഷിക്കണം അതൊക്കെ. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ യാഡ്ലിയുടെ തന്നെ ഞാനിപ്പോൾ നമ്മുടെ പൗഡർ എടുത്തിട്ടുണ്ട്. കുറച്ച് പൗഡർ മതി. ഓക്കെ, ഈ പൗഡർ എടുത്ത് നമ്മുടെ സർക്യൂട്ട് ബോർഡിൽ കറക്റ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് അല്പം ഒന്ന് ഊതി കറക്റ്റാക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇത്രയേ ഉള്ളൂ. റബ്ബർ വെച്ച് നമ്മൾ സെറ്റാക്കിയതിന് ശേഷം ഇനി നമ്മുടെ റബ്ബർ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്താണ് ഇതുപോലെ ആക്കിയെടുക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. വളരെ പ്രയാസകരമാണ്. നിങ്ങളുടെയൊക്കെ റിമോട്ടർ നല്ല റിമോട്ടറായിരിക്കും. എൻ്റെ ഇങ്ങനത്തെ അവസ്ഥ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് പ്രയാസകരമാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഓക്കെ ഓക്കെ വെച്ച് ഏകദേശം ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എൻ്റെ റിമോട്ടർ ആയതുകൊണ്ട് എനിക്ക് റബ്ബർ ബാൻഡൊക്കെ ഇടേണ്ടി വരും. നിങ്ങളുടെ റിമോട്ടർ ആകുമ്പോൾ റബ്ബർ ബാൻഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഞാൻ ബാറ്ററി കൊണ്ട് ഇട്ട് കാണിച്ചു തരാം. ബാറ്ററി കൊണ്ട് ഇട്ട് നമുക്കിതിൽ വർക്ക് ആവുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ഓൺ ആവുമോ ഇല്ല അതനുസരിച്ച് നമുക്കറിയാൻ പറ്റും. ഓക്കെ, നമുക്കിനി ബാറ്ററി ഇട്ടിട്ട് വരാം. ഓക്കെ, ഞാൻ ബാറ്ററി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാറ്ററി നമുക്കിതിലേക്ക് ഇടാം. ഇത്രയേ ഉള്ളൂ. ബാറ്ററി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറയിൽ നിന്ന് നമ്മൾ ജസ്റ്റ് നിങ്ങൾ ക്യാമറ എന്തെങ്കിലും എടുത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടോ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. മറ്റേ ഇൻഫ്രാറെഡ് റേസ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് ഉണ്ടോ അതിപ്പോൾ സിഗ്നൽ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിമോട്ടർ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ TV റിമോട്ടേഴ്സിൽ നമുക്കതുപോലെ എല്ലാ ഏകദേശമുള്ള റിമോട്ടേഴ്സിലും നമ്മൾ സർക്യൂട്ട് ബോർഡിൽ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വിജയിക്കും. നമ്മുടെ റിമോട്ട് ഇരുന്ന അവസ്ഥ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ആരും വിചാരിക്കും ഒരിക്കലും ഇത് വർക്കാവില്ലെന്ന്. പക്ഷേ അതിനെ വരെ നമുക്ക് വർക്കാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് ഈ ഒരു നല്ല ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ കയ്യിൽ ഒത്തിരി വാട്ടർ പ്ലാന്റ്സ്, പിന്നെ അതുപോലെ ഒത്തിരി പ്ലാന്റ്സ് ഒക്കെ കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ എന്തെങ്കിലും അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, അതുപോലെ വാട്ടർ പ്ലാന്റ്സ്, വാട്ടർ ലില്ലീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ആ കാര്യം കൂടെ പറയാൻ വേണ്ടിയാണ്. ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ സൈനിങ് ഔട്ട്.